പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളാണൊന്ന് സെറ്റ് ചെയ്യണേ മോട്ടർ ആണോ? ഓക്കെ. മുനിസിപ്പാലിറ്റി ലൈനിൽ വരുന്ന ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിന്ന് ഇവർക്ക് യൂസേജിനായിട്ട് മേലത്തെ സെക്ഷനിലേക്ക് വരുന്ന മറ്റൊരു ടാങ്ക് ഉണ്ട്. ഇതിന് സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ സെൽഫ് പ്രൈമിംഗ് പമ്പ് ആയതുകൊണ്ട് നമ്മൾ താഴേക്ക് ഫുട്ബോൾ ഇപ്പോൾ കൊടുത്തിട്ടില്ല, അത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എയർ തള്ളിപ്പോകുന്ന നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, വെള്ളം വീണോ? കുറേ വെള്ളം വീണോ? വൃത്തിപരമായ നീക്കം കാണുമ്പോൾ പല പ്ലംബേഴ്സും ഞെട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഇപ്പോൾ മോട്ടർ ഓണായി ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് എൻ്റെ വൈഫ് ഹൗസിലാണ്. ഇവിടെ ഒരു പമ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനായിട്ട് വന്നതാണ്. അതായത് ഇവിടെ മുനിസിപ്പാലിറ്റി ലൈനിൽ വരുന്ന ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിന്ന് ഇവർക്ക് യൂസേജിനായിട്ട് മേലത്തെ സെക്ഷനിലേക്ക് വരുന്ന മറ്റൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ഈ ടാങ്കിലെ വെള്ളം ജസ്റ്റ് ഒരു മാക്സിമം ഒരു 4-5 അടി ഹൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ഇത് ബൈ ദ വേ എൻ്റെ ജൂനിയറാണ്. നമ്മളാണൊന്ന് സെറ്റ് ചെയ്യണേ മോട്ടർ ആണോ? ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആ പറഞ്ഞ ഒരു 5 അടി ഹൈറ്റ് ഡിഫറൻസ് ഉള്ള ടാങ്കിലേക്കാണ് നമ്മൾ അടിച്ചു കയറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് ഒരു വില്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 1/2 HP സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സെൽഫ് പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി അതിന് ഫുട്ബോളിൽ ആവശ്യമില്ല, തനിയെ പ്രൈം ചെയ്യുന്ന ടൈപ്പ് പമ്പാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ അടിയിൽ, ഈ ടാങ്കിൻ്റെ അടിയിൽ വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ സ്പേസ് കുറവായത് കാരണം അതുപോലെ വെള്ളം ഒഴുകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വെള്ളം നേരിട്ട് ചാടാനുള്ള സാധ്യത, താഴെക്കൂടെ ഒഴുകാനുള്ള സാധ്യതയൊക്കെ ആയിരുന്നു. അത് ഒഴിവാക്കി നമ്മൾ ഈ ടാങ്കിൻ്റെ മേളിൽ തുളച്ച് താഴേക്ക് പൈപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് മേളിലേക്ക് അടിക്കും. ഇതിന് സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഹെഡ് കുറഞ്ഞ പമ്പ് വേണം വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ മോട്ടർ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ ഫുട്ബോളിൽ വെള്ളം ഇറങ്ങിപ്പോയാൽ വെള്ളം എടുക്കാതെ വരും. ടാങ്കിൻ്റെ അടിയിൽ വയ്ക്കുകയാണെങ്കിൽ സെൽഫ് പ്രൈമിങ്ങോ മോണോബ്ലോക്കോ ഏത് വേണമെങ്കിലും വയ്ക്കാം. മേളിൽ വയ്ക്കുകയാണെങ്കിൽ സെൽഫ് പ്രൈമിംഗ് തന്നെയാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് മോണോബ്ലോക്ക് പമ്പുകൾ ഈ വക പർപ്പസുകൾക്കൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലംബിംഗ് കാര്യത്തിൽ തീരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല, എങ്കിലും നമുക്കൊരു ചെറിയ വർക്ക് ആയതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിന്ന് വില്ലോ ബ്രാൻഡിൻ്റെ മിനി ക്രൗൺ 05 എന്ന് പറഞ്ഞ സെൽഫ് പ്രൈമിംഗ് പമ്പാണ് ചെയ്യുന്നത്. നമ്മുടെ ഹെൽപ്പിനായിട്ട് നമ്മുടെ അഖിൽ മുകുന്ദനുണ്ട്. പുള്ളിയാണ് ബിഹൈൻഡ് ദ ക്യാമറ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇതാണ് സെൽഫ് പ്രൈമിംഗ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ സെക്ഷൻ സൈഡിൽ ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പമ്പിൽ ഒഴിക്കുന്ന വെള്ളമോ ലൈനിലെ വെള്ളം ഒന്നും തിരിച്ച് നമ്മുടെ ടാങ്കിലേക്കോ അല്ലെങ്കിൽ കിണറിലേക്കോ റിട്ടേൺ ഇറങ്ങി പോകാതിരിക്കാനുള്ളൊരു വാൽവ് അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവും. പിന്നെ സാധാരണ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പോലെ തന്നെ 7 മീറ്റർ 7.5 മീറ്റർ വരെ സെക്ഷനും കിട്ടും. പിന്നെ ഇതേപോലെയുള്ള ചെറിയ പർപ്പസുകൾക്കൊക്കെ ഈ മോട്ടറാണ് നല്ലത്. കാരണം ഇത് തൊട്ടടുത്ത് അടിച്ചാലും സാധാരണ മോണോബ്ലോക്ക് പമ്പുകൾ പോലെ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ചെറിയ മോഡൽ ശ്രദ്ധിച്ചാൽ തന്നെ ആവറേജ് 80 അടിയോളം ഹെഡ് ഉണ്ട്. അതായത് ഈസി ആയിട്ട് 2 നിലയോ 3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലേക്ക് അത് അടിച്ച് കയറും. പക്ഷേ താരതമ്യേന സാധാരണ പമ്പുകളേക്കാളും വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ എൻഡിൽ മോട്ടർ വെച്ചിട്ട് മറ്റേ എൻഡിലൊരു ഹോൾ ഇട്ടിട്ട് താഴേക്ക് പൈപ്പ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ഹോൾ ഇടാനുള്ള സ്പേസിങ് ഇല്ല. ഇപ്പോൾ പൈപ്പ് ചൂടാക്കി അത് ഹോൾ ഇടാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ടാങ്കിൻ്റെ ടോപ്പ് സൈഡ് തുളച്ചു, അതിലേക്കൊരു പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. താഴത്തെ ബോട്ടം ലെവലിൽ നിന്ന് മുട്ടാത്ത രീതിയിൽ ചെറിയൊരു ഹൈറ്റിലാണ് ഇപ്പോൾ പൈപ്പ് നിരത്തിയേക്കുന്നത്. ഞാനിനി പൈപ്പ് ഫിക്സ് ചെയ്യാൻ പാകത്തിന് വെച്ചിട്ട് നമ്മളിത് തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ സെക്ഷൻ കൊടുത്തു, ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്, ഡെലിവറി ലൈൻ കൊടുത്തു. ഇതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു സംഗതി കൊടുക്കണം. ഇപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്കിത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് പ്രൈമിംഗ് പമ്പ് ആയതുകൊണ്ട് നമ്മൾ താഴേക്ക് ഫുട്ബോളിൽ ഇപ്പോൾ കൊടുത്തിട്ടില്ല, അത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അടിയിൽ പിടിപ്പിക്കാമെന്നൊരു പ്ലാനിങ്ങിലാണ് വന്നത്, അതുകൊണ്ട് ഫുട്ബോളിൽ കരുതിയില്ല. ഇനി സെപ്പറേറ്റ് ഇത് ഫ്ലാഞ്ച് അയച്ചിട്ട് ഇത് പൊക്കിയെടുത്ത് താഴെ ഫുട്ബോൾ വയ്ക്കണമെങ്കിൽ വയ്ക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് പ്രൈമിംഗ് ആയതുകൊണ്ട് നമ്മൾ പമ്പിൽ മാത്രം വെള്ളം ഒഴിച്ച് നിറയ്ക്കേണ്ട കാര്യമുള്ളൂ. ഇത് കമ്പനി ഓൾറെഡി പ്രീ ഫില്ല് ചെയ്താണ് വിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമില്ല. ഫിറ്റിംഗ് കഴിഞ്ഞ സ്റ്റേവ് ഓക്കെ. ഒന്ന് ഓൺ ചെയ്യാമോ? നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൈം ചെയ്തിട്ട് ഒരു ഡിലേ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ ഫുട്ബോളിൽ കണക്ട് ചെയ്യാത്ത കാരണം ഇൻസ്റ്റൻ്റായിട്ട് വെള്ളം വരില്ല. പ്രൈം ചെയ്ത് പയ്യാണ് വെള്ളം കയറി വരുള്ളൂ. എല്ലാ പമ്പുകൾക്കും ഒരു ഇനീഷ്യൽ സ്റ്റെക്ക് ഉണ്ടാവും. ഇതേപോലത്തെ മോണോബ്ലോക്ക് പമ്പുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറകിലത്തെ ഫാൻ ലൂസാണോ എന്ന് നോക്കുക. കാര്യം ഇതൊരു ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ടായിരുന്നെങ്കിലും അത് ഫുൾ റൗണ്ട് കറങ്ങുന്നുണ്ടായില്ല. അപ്പോൾ ഒരു ചെറിയ ടൈറ്റ് ഉണ്ടാവും, അത് ലൂസ് ചെയ്ത് കൊടുക്കുക. നമുക്കിന്ന് ലൂസ് ചെയ്യാൻ കിട്ടിയതൊരു പപ്പടം കുത്തിയാണ്. ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കിയോ. ഓക്കെ, അപ്പോൾ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എയർ തള്ളിപ്പോകുന്നത് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഒരു ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മൾ പ്രൈം ചെയ്തതിന് ശേഷമാണ് വെള്ളം കയറി വന്നത്. സെൽഫ് പ്രൈമിംഗ് പമ്പുകൾ ഞാൻ പറഞ്ഞ പോലെ താരതമ്യേന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഒരു 1500-2000 ലിറ്റർ വെള്ളമൊക്കെ ആയിരിക്കും ഇതിന് കിട്ടുക. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നല്ല പ്രഷറായിരിക്കും. നമ്മൾ ഈ പ്രഷർ ബൂസ്റ്റർ സിസ്റ്റത്തിലൊക്കെ കൊടുക്കുന്നത് ഇതേപോലത്തെ പമ്പാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണ ഓൺ ചെയ്യാൻ നേരത്ത് ആദ്യം വന്ന ഒരു ഡിലേ, പ്രൈമിംഗ് ഡിലേ ഇപ്പോൾ വന്നിട്ടില്ല. വെള്ളം ഏകദേശം മേളിൽ തന്നെ കിടക്കുന്നുണ്ട്, ഒരു പകുതിയുടെ മേളിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഡിലേ ഇല്ലാതെ അപ്പോൾ തന്നെ വെള്ളം വന്നു. വെള്ളം തെറിച്ചേ. ഓക്കെ, വെള്ളം വീണോ? കുറേ വെള്ളം വീണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം പ്ലംബിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കാണിക്കാമോ? ഞങ്ങൾ ഈ ഷീറ്റിൻ്റെ സൈഡിൽ കൂടെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ നിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായ കാരണം ജസ്റ്റ് ഷീറ്റിൻ്റെ മേളിൽ കൂടെയാണ് നിലവിൽ കൊടുത്തേക്കുന്നത്. ആ താഴെ കാണുന്നതാണ് കണക്ഷൻ. അതിൻ്റെ മേളിലിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത മോട്ടർ. ഇവിടെ വരെ ഇപ്പോൾ നമ്മൾ കണക്ഷൻ എത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ ഒരു ബെൻഡ് കൊടുത്ത് ഇത് നേരെ ടാങ്കിലേക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് അറിയാനായിട്ട്. മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തവണ ഇത്തിരി ഈ പറഞ്ഞ പോലെ ലൈൻ ലോഡായി കിടക്കാത്ത കാരണം വെള്ളം നിറഞ്ഞ് കയറി വരാനുള്ള ഡിലേ വരും. രണ്ടാമത്തെ നോൺ റിട്ടേൺ വാൽവ് ഉള്ളത് കാരണം ഈ ഡെലിവറി സൈഡിലുള്ള വെള്ളമൊന്നും തിരിച്ചിറങ്ങി പോകില്ല. മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്, വെള്ളം കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന പൈപ്പ് വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് 3/4 ഇഞ്ചിൻ്റെ പൈപ്പിലേക്കാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കാം, എത്ര ഡിലേ വരും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടാങ്കിൽ ഓൾറെഡി വെള്ളം ഫുള്ളായി കിടക്കുകയാണ്, ഫില്ലായി കിടക്കുകയാണ്. അതുകൊണ്ട് പ്രൈം ചെയ്യാനുള്ള അധികം ഡിലേ വരില്ല. ഇപ്പോൾ ഈ ലൈനിൽ ലോഡായിട്ട് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ മോട്ടർ ഓണായി ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. വലിയ ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിവിടെ ചോദിക്കായിരുന്നു, എൻ്റെ ബുദ്ധിപരമായ നീക്കം കാണുമ്പോൾ പല പ്ലംബേഴ്സും ഞെട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഇനി ഒരു സാഡിലടിച്ച് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ടാങ്കിൽ അടപ്പ് മാറ്റാറായി. ഒന്ന് വന്നേ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിവത് അറിയാവുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം കാര്യമായതുകൊണ്ട് മാത്രം ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയെന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ചെറിയ ഐഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളും സമയലാഭം എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നത്തെ കാര്യം, നിങ്ങൾ ഇതേപോലെ ചെറിയ പർപ്പസിന്, ചെറിയ പൊക്ക വ്യത്യാസം, താഴെ ഒരു കളക്ഷൻ ടാങ്ക് വെച്ചിട്ട് മേളിലേക്ക് 1 നിലയോ 2 നിലയൊക്കെ ഉള്ള ഒരു പർപ്പസിനായിട്ട് നിങ്ങൾ ഇതേപോലത്തെ സെൽഫ് പ്രൈമിംഗ് പമ്പ് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. മോണോബ്ലോക്ക് പമ്പുകൾ ഇതേപോലെ ലോ ഹെഡിൽ യൂസ് ചെയ്യാൻ നേരത്ത് ഹീറ്റ് ആവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അധികമായിട്ട് വരാറുണ്ട്. അതേപോലെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. ഇനി സാധാരണ മോണോബ്ലോക്കിൽ തന്നെ ലോ ഹെഡ് പമ്പുണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നം വരികയില്ല. അപ്പോൾ അതിനനുസരിച്ച് വലിയ പൈപ്പ് ലൈൻ കൊടുക്കേണ്ടി വരും. ബേസിക്കലി ഉപയോഗിക്കുന്ന പമ്പുകൾ ഇതാണ്. പിന്നെ ഇതിൽ ചെയ്ത് കൊടുക്കാവുന്ന മറ്റൊരു കാര്യം, 2 ടാങ്കിൽ ഒരു ഫ്ലോട്ട് സ്വിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്ക് നിറഞ്ഞ് കിടക്കുമ്പോൾ വെള്ളം അടിക്കുകയും ഈ ടാങ്ക് നിറഞ്ഞ് കിടക്കുമ്പോൾ വെള്ളം അടിക്കാതിരിക്കുകയും ചെയ്യും. അതായത് ഈ ടാങ്കിൽ വെള്ളം ഇല്ലാതെ വരികയും ആ ടാങ്കിൽ വെള്ളമുള്ള സമയത്ത് മാത്രം പമ്പ് ചെയ്യാൻ പാകത്തിന് 2 ഫ്ലോട്ട് സ്വിച്ച് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓൺ ചെയ്യുന്ന ഒഴിവാക്കി ഫ്ലോട്ട് സ്വിച്ച് വഴിയും കണക്ഷൻ കൊടുക്കാം. അത് നിങ്ങളുടെ ഓട്ടോമേറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.